ഞാൻ എൻ്റെ മനസ്സിൻ്റെ തലത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത് എന്തെല്ലാം കിട്ടിയാലും പോരാ എന്ന് വരുന്ന ഒരു തൃഷ്ണയുടെ ലോകത്ത് ഞാൻ ദരിദ്രനാണ്. ഇന്ന് മാറിയിരുന്നത് മറ്റുള്ളവരായ ഇതിൻ്റെ കുറ്റപ്പെടുത്തൽ, ഇത് മുഴുവനൊരു വിദ്യാഭ്യാസ വകുപ്പിനെ ഏൽപ്പിച്ച് എനിക്ക് രക്ഷപ്പെടാം. എൻ്റെ രാജ്യത്ത് നടക്കുമ്പോൾ, ഞാൻ ഓടി നടക്കുന്നിടത്ത് നടക്കുമ്പോൾ എന്തെങ്കിലും ചെറുതായെങ്കിലും ആ രംഗത്ത് മനുഷ്യ മനസ്സിനെ നന്നാക്കുന്നതിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് എൻ്റെ അന്തരംഗത്തിലേക്ക് ചോദിച്ചു നോക്കുമ്പോഴാണ് കുറ്റബോധം കൊണ്ട് നമ്മുടെയൊക്കെ ശിരസ് കുനിയേണ്ടത്. ഞാൻ ദാരിദ്ര്യം കൊണ്ട് വലയുമ്പോൾ, ഞാൻ മറ്റ് കഷ്ടപ്പാടുകൾ കൊണ്ട് വലയുമ്പോൾ, ദാരിദ്ര്യം കഷ്ടപ്പാട് എന്നെല്ലാം പറയുന്നത് മാനസികം മാത്രമാണ്, അത് ശാരീരികമല്ല. ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക എനിക്ക് കിട്ടാതിരിക്കുകയും വിശന്നു വലയുകയും ചെയ്യുമ്പോൾ ഞാനതിനെ ദാരിദ്ര്യമെന്ന് വിളിക്കും. എൻ്റെ വീട്ടിൽ എല്ലാ ആഹാര സാധനങ്ങളും ഇരിക്കുമ്പോൾ എൻ്റെ ഒരു പ്രതിബദ്ധതയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഞാൻ പണിക്കിടയിൽ മറ്റുള്ളവർക്കെല്ലാം ആഹാരം കൊടുത്തു കഴിഞ്ഞ് കഴിക്കാൻ നേരം കിട്ടിയില്ലെങ്കിൽ അതിനെ ത്യാഗമെന്ന് വിളിക്കും. ആദ്യത്തെ ആളും പട്ടിണി കിടക്കുകയാണ്, ഇയാളും പട്ടിണി കിടക്കുകയാണ്. ഒരിടത്ത് പട്ടിണിയെ വളരെ മോശമായും വളരെ വേദനാജനകമായും അത് അനുഭവിക്കുന്നത് സമൂഹത്തിൻ്റെ ക്രൂരതയായും ചിത്രീകരിക്കുമ്പോൾ ഈ ആഹാരത്തിൻ്റെ മധ്യത്തിൽ ഞാൻ പട്ടിണി കിടക്കുന്നതിനെ ത്യാഗമായും ഉദാത്തമായും ഞാൻ ചിത്രീകരിക്കും. തീർച്ചയായും ഈ രണ്ട് തലങ്ങളുണ്ട്. ഇതുപോലെ ഞാൻ എൻ്റെ മനസ്സിൻ്റെ തലത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത് എന്തെല്ലാം കിട്ടിയാലും പോരാ എന്ന് വരുന്ന ഒരു തൃഷ്ണയുടെ ലോകത്ത് ഞാൻ ദരിദ്രനാണ്. വിദ്യാഭ്യാസ വകുപ്പ്, വിദ്യാഭ്യാസ മന്ത്രി, വിദ്യാഭ്യാസത്തെ ഇങ്ങനെയാക്കിയ മതങ്ങൾ, വിദ്യാഭ്യാസത്തിൽ പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപകർ, അതിൻ്റെ യൂണിയനുകൾ, വിദ്യാഭ്യാസം ഇങ്ങനെയാകുമ്പോൾ അതിനെ വ്യക്തമായ ദിശാബോധത്തിലേക്ക് വിടാൻ ശ്രമിക്കാത്ത മാധ്യമങ്ങൾ, അതിനുവേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കാത്ത അങ്ങും ഞാനും, എല്ലാം ഒരുമിച്ചിരുന്ന് ചിന്തിക്കേണ്ട ഒരു വസ്തുതയായത്. ഇന്ന് മാറിയിരുന്നത് മറ്റുള്ളവരായ ഇതിൻ്റെ കുറ്റപ്പെടുത്തൽ, ഇത് മുഴുവനൊരു വിദ്യാഭ്യാസ വകുപ്പിനെ ഏൽപ്പിച്ച് എനിക്ക് രക്ഷപ്പെടാം. തീർച്ചയായും എൻ്റെ രാജ്യത്ത് നടക്കുമ്പോൾ, ഞാൻ ഓടി നടക്കുന്നിടത്ത് നടക്കുമ്പോൾ എന്തെങ്കിലും ചെറുതായെങ്കിലും ആ രംഗത്ത് മനുഷ്യ മനസ്സിനെ നന്നാക്കുന്നതിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് എൻ്റെ അന്തരംഗത്തിലേക്ക് ചോദിച്ചു നോക്കുമ്പോഴാണ് കുറ്റബോധം കൊണ്ട് നമ്മുടെയൊക്കെ ശിരസ് കുനിയേണ്ടത്. ഒരു വാർത്ത പത്രത്തിൽ വരുമ്പോൾ അതൊരു വ്യക്തിയുടേതല്ല, ഒരു രാഷ്ട്രത്തിൻ്റെതാണെന്നും അതിനകത്തുള്ള ഓരോ അംഗവും തലകുനിക്കേണ്ട അവസ്ഥയാണെന്നും തിരിച്ചറിയുകയല്ലാതെ ഭരണ രംഗത്തുള്ളവരെ പ്രതിപക്ഷങ്ങൾ കുറ്റം പറയുകയും പ്രതിപക്ഷത്തെ ഭരണത്തുള്ളവർ കുറ്റം പറയുകയും മാധ്യമങ്ങൾ ലോകത്തെ മുഴുവൻ അടച്ചധിക്ഷേപിക്കുകയും സന്യാസിമാർ കൂട്ടായി നിന്നുകൊണ്ട് ഇതൊക്കെ കാപട്യമുള്ള സന്യാസിമാരാണെന്ന് പറയുകയും ഇത് പള്ളിയിലച്ഛന്മാരോ മറ്റുള്ളവരോ പറയുമ്പോൾ ഇത് ഹിന്ദുമതത്തിൻ്റെയാണ് ഞങ്ങളുടെ അല്ലെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് ഒരുതരം വഞ്ചനയാണ്. ഈ ദാരിദ്ര്യമുണ്ട് എന്ന് തൃഷ്ണ കൊണ്ട് തോന്നിയ ഒരു കുട്ടി ഇന്ന് സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ 15,000 20,000 രൂപ വിലയുള്ള ഫോട്ടോ വരെ എടുക്കാവുന്ന മൊബൈൽ. തീർച്ചയായും അവൻ അണിഞ്ഞു വരുന്നത് ഉന്നത വേഷങ്ങൾ, അവൻ വരുന്നത് കാറിൽ. എനിക്ക് മൊബൈലില്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളില്ല, ആവശ്യത്തിന് പുസ്തകം പോലുമില്ല. ഒരേ സ്കൂളിൽ ഈ അന്തരാളം മനസ്സിലായില്ല. അത് മുഴുവൻ തൃഷ്ണയെ വർദ്ധിപ്പിക്കുന്നതാണ്. ഇഷ്ടസിദ്ധി യജ്ഞങ്ങൾ, ഇഷ്ടകാമ പൂജകൾ, ഓരോരുത്തൻ്റെയും ഉള്ളിലിരിക്കുന്ന കാമം ഓരോന്നായിരിക്കെ അവയെല്ലാം നടക്കുമെന്ന് പറഞ്ഞൊരു യജ്ഞം സ്വാമി നിർമ്മലാനന്ദഗിരി ഒരിടത്തിരുന്ന് നടത്തിക്കൊടുത്ത് ആളുകളെ കൂട്ടിയിരുത്തുമ്പോൾ അവൻ എന്തൊക്കെയാണ് മനസ്സിൽ കാമിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയുമോ? അങ്ങനൊന്ന് നടക്കാൻ ഈ പൂജകൾ നല്ലതാണെന്ന തോന്നലുണ്ടായാൽ പൂജിച്ച് പൂജിച്ച് വഴിവിടുമ്പോൾ ബാക്കിയുള്ളവർ ഈ പൂജ നൽകാൻ ഒരുങ്ങിയാൽ അത് തെറ്റാകുമോ? കാമനകൾ ദുഃഖമാണെന്ന് പഠിപ്പിക്കുന്ന ദർശനം പ്രസംഗിച്ചിട്ട് അതിൻ്റെ താഴെ കാമനകൾ നടപ്പാകുന്നതിനുള്ള പൂജകൾ ചെയ്തു കൊടുക്കും എന്ന് പറയുകയും അതിനുവേണ്ടി ആളുകൂടുകയും അതിനുവേണ്ടി ചീട്ടാക്കുകയും ചെയ്യുന്ന ഒരു സംസ്കൃതി എല്ലാ മതങ്ങളും എല്ലാ രീതികളും എത്ര വികൃതമായും അവതരിപ്പിക്കുമ്പോൾ എന്താവും? കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുന്നുവെങ്കിൽ നാം കാണുന്നത് ഇതിൻ്റെ ഫ്ലക്സ് ബോർഡുകളാണ്. എത്രയായിരം ഫ്ലക്സ് ബോർഡുകളാണ് ഇത്തരം പൂജകളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഇത്തരം ആരാധനകളുടെയും.
ഇവ കൊണ്ടുവരുന്നവരെല്ലാം അത്ഭുത പുരുഷന്മാരായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. അതെ, പരസ്യമായും വാർത്തയായും. അവർക്കാർക്കും ഈ പരിണാമത്തിൽ പങ്കില്ല എന്ന് പറയുന്നു. ഈ വീണുപോയ വ്യക്തിക്ക് മാത്രം. സത്യസന്ധത അല്പമെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കോ നിങ്ങൾക്കോ നെഞ്ചത്ത് കൈവച്ച് നമുക്കാർക്കും പങ്കില്ലാത്തതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഈ അവസ്ഥയെന്ന് പറയാനാവുമോ? അവരെ നമുക്ക് വിടാം, നമുക്ക് രണ്ടുപേർക്ക് മാത്രം പറ്റില്ല സ്വാമിജി. അതായത് ഒന്നിക്കൽ കാണുകയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ വായിക്കുകയെങ്കിലും. അത് കാണാൻ എനിക്കിടയായി എന്നുള്ളത് കൊണ്ട് പോലും എൻ്റെ പങ്ക് നിഷേധിക്കാനാവില്ല. അത് വായിക്കാനുള്ള ദുര്യോഗം എനിക്ക് വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കതിൽ നിന്ന് മോചനം നേടാനാവില്ല.